السلام عليكم ورحمة الله وبركاته. مختصر 26. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على سيدنا محمد وآله وأصحابه. നമ്മൾ പറഞ്ഞത് അൽ ഫന്നുൽ അവ്വലു ഇൽമുൽ മആനി. ഇവിടെ നിന്നാണ് തുടക്കം. നേരത്തെ പറഞ്ഞു മുമ്പ് പറഞ്ഞത് വമാ യുഹ്തറസു ബിഹി അനിൽ അവ്വലി, അതായത് ഉദ്ദേശിക്കപ്പെട്ട മാനാനെ വീട്ടുന്നതിനുള്ള ഖത്ഇനെ തൊട്ട് സൂക്ഷിക്കപ്പെടുന്ന ഒന്ന്. ആ ഒന്നുകൊണ്ട് സൂക്ഷിക്കപ്പെടും ഈ ഖത്ഇനെ തൊട്ട്. അത് ഇൽമുൽ മആനിയാണെന്നും വമാ യുഹ്തറസു ബിഹി അനി തഅക്കീദിൽ മഅനവിയ്യി ഇൽമുൽ ബയാൻ, മഅനവിയായ തഅക്കീദിനെ തൊട്ട് ഏതൊന്നുകൊണ്ട് സൂക്ഷിക്കപ്പെടുന്നുവോ അത് ഇൽമുൽ ബയാനാണെന്നും വമാ ഒന്ന് യുഅറഫു ബിഹി വുജൂഹു തഹ്സീനി ഇൽമുൽ ബദീഅ്. കിതാബിൽ 3 ഫന്നാണ് പറയുന്നത് എന്ന് അതിൽ നിന്ന് മനസ്സിലായി. എന്നിട്ട് ശാരിഹ് പറഞ്ഞു വലമ്മാ കാന ഹാദൽ മുഖ്തസറു ഫി ഇൽമിൽ ബലാഗത്തി വതവാബിഇഹ ഇൻഹസറ മഖ്സൂദുഹു ഫി സലാസത്തി ഫുനൂനിൻ. അതാണ് അൽ ഫന്നുൽ അവ്വലു എന്ന് പറഞ്ഞത്. ഇനി അൽ ഫന്നു സാനി എന്ന് പിന്നീട് പറയാൻ പോകുന്നുണ്ട്. അൽ ഫന്നു സാലിസു ഇൽമുൽ ബദീഅ്, അൽ ഫന്നു സാനി ഇൽമുൽ ബയാൻ, അൽ ഫന്നുൽ അവ്വലു ഇൽമുൽ മആനി. ഒന്നാം ഫന്ന് ഇൽമുൽ മആനിയാണ്, അല്ലെങ്കിൽ മആനി എന്ന ഇൽമാണ്. അപ്പോൾ ഈ ഒന്നാം ഫന്നിന്റെ പേര് വെറും മആനി ആവാം, ഇൽമുൽ മആനി ഈ മജ്മൂഉം ആവാം, രണ്ടും ആവാം എന്ന് നഫായിസിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടുത്തെ ഇമാറത്ത്? അല്ലഖബുലി ഹാദൽ ഇൽമി ഇമ്മൽ മആനി അവിൽ മജ്മൂഉൽ മുറക്കബു മിൻഹുമാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ ഫന്നുൽ അവ്വലു ഒന്നാം ഫന്ന് ഇൽമുൽ മആനി, ഇൽമുൽ മആനിയാണ്, അല്ലെങ്കിൽ മആനി എന്ന ഇൽമാണ്. മആനി കൊണ്ടുള്ള മുറാദ് ചില ഖവായിദ് കുല്ലിയത്ത് അങ്ങനെയൊക്കെ ആവാം, കുല്ലിയത്തായ കുറെ കായിദകൾ. ഇവിടെ മുസന്നിഫ് ശാരിഹ് പറയുന്നത് ഇൽമുൽ മആനിയെ ഇൽമുൽ ബയാനിനേക്കാൾ മുന്തിച്ചതിന്റെ കാരണം പറയാം. ഖദ്ദമഹു, ഇൽമുൽ മആനിയെ മുസന്നിഫ് മുന്തിച്ചു, അലൽ ബയാനി, ഇൽമുൽ ബയാനിനേക്കാൾ മുന്തിച്ചു, അല്ലെങ്കിൽ മആനിയെ ബയാനിനേക്കാൾ മുന്തിച്ചു. അങ്ങനെയും വെക്കാം. ഇൽമുൽ മആനിയെ ഇൽമുൽ ബയാനിനേക്കാൾ മുന്തിച്ചു എന്നും വെക്കാം. ലികൗനിഹി, ഇൽമുൽ മആനി ആയതിനു വേണ്ടി മിൻഹു ഇൽമുൽ ബയാനിലേക്ക് ചേർത്തി നോക്കിയിട്ട് ബിമൻസിലത്തിൽ മുഫ്രദി മിനൽ മുറക്കബി, മുറക്കബിലേക്ക് ചേർത്തി നോക്കിയാൽ മുഫ്രദിന്റെ സ്ഥാനം എന്താണോ അതേ സ്ഥാനമാണ് ഇൽമുൽ ബയാനിലേക്ക് നോക്കുമ്പോൾ ഇൽമുൽ മആനിയുടെ സ്ഥാനം. മുറക്കബിലേക്ക് നോക്കുമ്പോൾ മുഫ്രദ് മുറക്കബിന്റെ ഒരു ജുസ് ആണ്, അതേപോലെ ജുസ് ആണ് എന്നല്ല, ഇൽമുൽ ബയാനിന്റെ ഒരു ജുസ് അല്ല ആര്? ഇൽമുൽ മആനി. അങ്ങനെയാണെങ്കിൽ മുഫ്രദാവും. മുഫ്രദിന്റെ സ്ഥാനം മൻസിലത്തിലാണെന്ന് പറയേണ്ട ആവശ്യം വരൂല. മുറക്കബിന്റെ ഒരു ജുസ് ആണ് മുഫ്രദ്. അതേ സ്ഥാനമാണ് ആർക്കുള്ളത്? ഇൽമുൽ മആനിക്ക്. ഇൽമുൽ ബയാനിനെ അപേക്ഷിച്ച് ഇൽമുൽ മആനിക്ക്, മആനി എന്ന അഫന്നിന് ഉള്ളത്. എന്നല്ലാതെ മുറക്കബിന്റെ ഒരു ജുസ് മുഫ്രദ്, ചുരുങ്ങിയത് 2 മുഫ്രദ് കൊണ്ടാണ് ഒരു മുറക്കബുണ്ടാവൽ. മുഫ്രദ് മുറക്കബിന്റെ ജുസ് ആയതുപോലെ ഇൽമുൽ ബയാനിന്റെ ഒരു ജുസ് അല്ല ഇൽമുൽ മആനി.
പക്ഷെ എന്താണ് ഇൽമുൽ ബയാനിൽ ഈ ഇൽമുൽ മആനിയെ ഇഅ്തിബാർ ചെയ്യപ്പെടും. ഇൽമുൽ മആനിയെ ഇഅ്തിബാർ ചെയ്യണമെങ്കിൽ ഇൽമുൽ മആനി ഷർത്താണ് എന്നാണ് അതിന്റെ അർത്ഥം. ഖദ്ദമുഹു അലൽ ബയാനി ലികൗനിഹി മിൻഹു ബിമൻസിലത്തിൽ മുഫ്രദി മിനൽ മുറക്കബി. ഇൽമുൽ മആനി ആയതിനു വേണ്ടി മിന്നു ഇൽമുൽ ബയാനിനെ അപേക്ഷിച്ച് ബിമൻസിലത്തിൽ മുഫ്രദി മുഫ്രദിന്റെ സ്ഥാനത്തിൽ ആയതിനു വേണ്ടി മിനൽ മുറക്കബി മുറക്കബിലേക്ക് ചേർത്ത് നോക്കിയിട്ട്. എന്നല്ലാതെ ഇൽമുൽ ബയാനിൽ ഇൽമുൽ മആനി തിരിഞ്ഞെങ്കിലേ ഇൽമുൽ ബയാനി മനസ്സിലാവുകയുള്ളൂ എന്നല്ല. ഇൽമുൽ ബയാനിന്റെ മുതവഖഫ് അലൈഹി അല്ല ഇൽമുൽ മആനി. നേരത്തെ ഫൽ ഫസാഹത്തു ഫിൽ മുഫ്രദി എന്ന് പറഞ്ഞുകൊടുത്ത് തൽഖീസിന്റെ ഇബാറത്ത് കഴിഞ്ഞുപോയി. അവിടെ അല്ലാമ ശാരിഹി തങ്ങൾ ഖദ്ദമൽ ഫസാഹത്ത അലൽ ബലാഗത്തി, ഫസാഹത്തിലെ ബലാഗത്തിനേക്കാൾ മുന്തിച്ചത് ലി തവഖുഫി മഅരിഫത്തിൽ ബലാഗത്തി അലാ മഅരിഫത്തിൽ ഫസാഹത്തി. ഫസാഹത്തിന് അറിയലിന്റെ മേൽ തവഖുഫാണ് ബലാഗത്തിന് അറിയൽ. അവിടെ ഫസാഹത്ത് മനസ്സിലായെങ്കിലേ എന്ത് മനസ്സിലാവുകയുള്ളൂ? ബലാഗത്ത് മനസ്സിലാവുകയുള്ളൂ. അതായത് ബലാഗത്തിന്റെ മുതവഖഫ് അലൈഹിയാണ് ഫസാഹത്ത്. എന്നതുപോലെ ഇൽമുൽ ബയാനിന്റെ എന്തല്ല മുതവഖഫ് അലൈഹി അല്ല ഇൽമുൽ മആനി. പക്ഷേ ഇൽമുൽ ബയാനിൽ ഇൽമുൽ മആനി മുഅ്തബറാണ്, അത് ഷർത്താണ് എന്നർത്ഥം. അതാണ് അന്ന റിആയത്തൽ മുതാബഖത്തി ലിമുഖ്തദൽ ഹാലി, മുഖ്തദൽ ഹാലിനോട് വക്കലിനെ സൂക്ഷിക്കൽ. വഹുവ മർജിഉ ഇൽമുൽ മആനി, അത് ഇൽമുൽ മആനിയുടെ മർജിആണ്. എന്ന് പറഞ്ഞാൽ ഇൽമുൽ മആനിയുടെ ഫായിദ എന്താ? ഒരാൾക്ക് ഇൽമുൽ മആനി ഉണ്ടെങ്കിൽ അയാൾക്ക് എന്താവാം? മുഖ്തദൽ ഹാലിനോട് വക്കലിനെ സൂക്ഷിക്കാൻ സാധിക്കും. ഇൽമുൽ മആനിയുടെ മുതവഖഫ് അലൈഹി അല്ല അത്. ഏത്? മുഖ്തദലിനോട് വക്കലിനെ സൂക്ഷിക്കൽ. കാരണം ഒരാൾക്ക് ഇൽമുൽ മആനിയുടെ മലക്ക ഉണ്ട്, അയാൾ മുഖ്തദൽ ഹാലിനോട് വക്കലിനെ സൂക്ഷിച്ചോളണമെന്നില്ല. എങ്കിൽ അയാൾക്ക് എന്തുണ്ട്? ഇൽമുൽ മആനി, ആ മലക്ക ഉണ്ടാകും. അപ്പോ മുഖ്തദൽ ഹാലിനോട് വക്കലിനെ സൂക്ഷിക്കണമെങ്കിൽ ഇൽമുൽ മആനി വേണം. ഇൽമുൽ മആനി ഉള്ളോടത്തെല്ലാം മുഖ്തദൽ ഹാലിനോട് വക്കലിനെ സൂക്ഷിച്ചോളണമെന്നില്ല. അതുകൊണ്ട് റിആയത്തുൽ മുതാബഖത്തിൽ മുഖ്തദൽ ഹാലി ഇൽമുൽ മആനിയുടെ മുതവഖഫ് അലൈഹി അല്ല. പക്ഷേ ഇൽമുൽ മആനിയുടെ മർജി ആണ്, അതിന്റെ ഫായിദയാണ്, അതുകൊണ്ടുള്ള പ്രയോജനമാണ്. അത് മുഅ്തബറത്തുൻ ലിഅന്ന റിആയത്തൽ മുതാബഖത്തി ലിമുഖ്തദൽ ഹാലി, മുഖ്തദൽ ഹാലിനോട് വക്കലിനെ സൂക്ഷിക്കൽ. വഹുവ, ആ റിആയത്ത് മർജിഉ ഇൽമുൽ മആനി, ഇൽമുൽ മആനിയുടെ മർജി ആണ്. അത് മുഅ്തബറത്തുൻ, ആ റിആയത്ത് ഇഅ്തിബാർ ചെയ്യപ്പെടുന്നതാണ്. ഫി ഇൽമുൽ ബയാനി, ഇൽമുൽ ബയാനിൽ അത് ഇഅ്തിബാർ ചെയ്യപ്പെടും. മഅ സിയാദത്തി ശൈഇൻ ആഖറ, മറ്റൊരു ശൈഇനെ അധികമാക്കലോടുകൂടെ. വഹുവ, ആ ശൈഉൻ ആഖർ ഈറാദുൽ മഅനൽ വാഹിദി, ഒരു മഅനയെ ഒരു ആദർശത്തെ കൊണ്ടുവരലാണ്. ഫീ തുറുക്കിൻ മുഖ്തലിഫത്തിൻ, വ്യത്യാസമായ പല തരീഖുകളിൽ കൂടി ഒരു ആദർശത്തെ കൊണ്ടുവരലാണ്. വ്യത്യാസമായ പല തരീഖുകളിൽ ഒരു ആദർശത്തെ കൊണ്ടുവരലാണ്. അതെന്താ? അത് ഇൽമുൽ ബയാനിന്റെ മർജി ആണ്, അതിന്റെ പ്രയോജനമാണ്. ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ വഹുവ ഇൽമുൻ യുറഫു ബിഹി ഈറാദുൽ മഅനൽ വാഹിദി ബിതുറുക്കിൻ മുഖ്തലിഫത്തിൻ
ഫീ ഉളൂഹിദ്ദലാലത്തി അലൈഹി മാനാനമേൽ അറിയിക്കുന്നതിന്റെ ഉളൂഹിൽ വ്യക്തതയിൽ വ്യത്യാസമായ പല തരീഖുകളെ കൊണ്ട് പല തരീഖുകളിൽ കൂടി ഒരു ആദർശത്തെ കൊണ്ടുവരാം. ഉദാഹരണത്തിന് സയ്യിദ് ധർമ്മിഷ്ഠനാണ് എന്ന ആദർശത്തിന് സയ്യിദുൻ സഖിയുൻ എന്ന ഇബാറത്ത് പറയാം. സയ്യിദുൻ ഹസീലുൽ ഫസീലി ഒട്ടകക്കുട്ടി മെലിഞ്ഞവനാണ്. സയ്യിദുൻ ജബാനുൽ കൽബി സയ്യിദുൻ കസീറുർ റമാദി വെണ്ണീർ അധികരിച്ചവനാണ്. ഇങ്ങനെ പല ഇബാറത്തും കൊണ്ടുവരാം. അത് ഒന്ന് ചിലത് ചിലതിനേക്കാൾ ഔലഹാണ്, ചിലത് ചിലതിനേക്കാൾ ഹഫിയുമായിരിക്കും. ഇങ്ങനെ കൊണ്ടുവരാൻ ഉള്ള ഒരു കഴിവുണ്ടാവലാണ് ഇൽമുൽ ബയാൻ എന്ന ഇൽമ്. അപ്പോ ഈറാദുൽ മാനൽ വാഹിദി ഫി തുറുക്കിൻ മുഖ്തലിഫത്തിൻ വ്യത്യാസമായ പല തരീഖുകളിൽ ഒരു ആദർശത്തെ കൊണ്ടുവരൽ എന്നത് ഇൽമുൽ ബയാനിന്റെ ഫായിദയാണ്. അതിൽ ഷർത്താണ് ഏത്? കലാമു മുഖ്തദൽ ഹാലിനോട് വക്കലിനെ സൂക്ഷിക്കൽ. അതുകൊണ്ടാണ്. എന്നല്ലാതെ ഇൽമുൽ ബയാനിന്റെ ഒരു ജുസ് അല്ല ഇൽമുൽ മആനി. മുഫ്രദിന്റെ മൻസിലത്തിലാണ്, മുഫ്രദല്ല. മുറക്കബിന്റെ ഒരു ജുസ് ആയ മുഫ്രദിന്റെ സ്ഥാനത്താണ്. അതേ സമയത്ത് ഇൽമുൽ ബയാനിന്റെ ഒരു ജുസ് അല്ല ഇൽമുൽ മആനി. ഇൽമുൽ ബയാൻ കണക്കിലെടുക്കണമെങ്കിൽ ഇൽമുൽ മആനിയെ ആദ്യം കണക്കിലെടുക്കണം. വഹുവ ഇൽമുൻ. അപ്പോ അൽ ഫന്നുൽ അവ്വൽ ഇൽമുൽ മആനി വഹുവ ഇൽമുൻ. അത് ഒരു ഇൽമാണ്. ഐ മലക്കത്തുൻ. അതാ പറഞ്ഞു ഇൽമുൽ മആനി ഇൽമുന്നാണ് നഫായിസിലുള്ളത്. ഇവിടെ അൽ ഫന്നുൽ അവ്വലു ഇൽമുൽ മആനി വഹുവ ഇൽമുൻ. ഇൽമുൽ മആനി ഇൽമുൻ ഐ മലക്കത്തുൻ, ഒരു മലക്കയാണ്. മലക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മുമ്പ് ഷാരിഹ് റഹിമഹുല്ലാ വിവരിച്ചിട്ടുണ്ട്, കഴിഞ്ഞുപോയി. തൽഖീസിന്റെ ഇബാറത്ത് ഒഫിൽ മുത്തക്കല്ലിമി മലക്കത്തുൻ, അതായത് വൽ ഫസാഹത്തു ഫിൽ മുത്തക്കല്ലിമി മലക്കത്തുൻ എന്ന തൽഖീസിന്റെ ഇബാറത്ത്. തൽഖീസിന്റെ ഇബാറത്തിൽ ഫസാഹത്ത് എന്നത് ശറഹാണ്. ഒഫിൽ മുത്തക്കല്ലിമി മലക്കത്തുൻ അവിടെ ഷാരിഹി വിവരിച്ചിട്ടുണ്ട്. ഓഹിയ മലക്ക എന്ന് പറഞ്ഞാൽ കൈഫിയത്തും റാസിഹത്തും ഫിൻ നഫ്സി, നഫ്സിൽ നിലകൊള്ളുന്ന ദായിമായ ഉറച്ചതായൊരു കൈഫിയത്താണ് എന്ന് മലക്കത്ത് എന്നതിന്റെ തൈരീഫ് കഴിഞ്ഞുപോയി. ഈ കൈഫിയത്തിന്റെ തൈരീഫും ഷാരിഹി വിവരിച്ചു. വൽ കൈഫിയത്തു അറളുൻ ലാ യതവഖഫു തഅക്കുലുഹു അലാ തഅക്കുലിൽ ഗൈരി ഫലാ യഖ്തദിൽ ഖിസ്മത്ത വല്ലാ ഖിസ്മത്ത ഫീ മഹല്ലിഹി എന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് അവിടെ നോക്കിയാൽ മനസ്സിലാകും. വൽ ഫസാഹത്തു ഫിൽ മുത്തക്കല്ലിമി മലക്കത്തുൻ, മലക്ക എന്ന് പറഞ്ഞാൽ ഒരു കൈഫിയത്താണ്. റാസിഹത്തും ഫിൻ നഫ്സി, അപ്പോൾ മലക്ക എന്നതിന്റെ തൈരീഫും നിർവചനം കഴിഞ്ഞുപോയി, കൈഫിയത്തിന്റെ നിർവചനവും കഴിഞ്ഞുപോയി. അത് അറളാണ്. അത് മനസ്സിലാവാൻ മറ്റൊന്ന് മനസ്സിലാവലിന്റെ മേൽ തവക്കുഫല്ല. അത് കിസ്മത്തിനെ നിർബന്ധമാക്കുകയില്ല, ലാ കിസ്മത്തിനെയും നിർബന്ധമാക്കുകയില്ല എന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതവിടെ നോക്കിയാൽ മനസ്സിലാകും. വഹുവ ഇൽമുൻ ഐ മലക്കത്തുൻ, ഒരു മലക്കയാണ്. യുക്തദറു ബിഹ, ആ മലക്കുകൊണ്ട് സാധിക്കപ്പെടും. എന്ത്? അലാ ഇദ്റാകാത്തിൻ ജുസ്ഇയ്യത്തിൻ, ജുസ്ഇയ്യത്തായ അറിവുകളുടെ മേൽ സാധിക്കപ്പെടും. ജുസ്ഇയ്യത്തായ അറിവുകൾ. ഒരുപാട് ജുസ്ഇയ്യത്തായ ഇൽമുകൾ ലഭിക്കും ഈ ഇൽമുൽ മആനി എന്ന മലക്ക. ഇൽമുൽ മആനി ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ
ജുസ്ഇയായ ഒരുപാട് അറിവുകൾ നേടാൻ കഴിയും എന്നർത്ഥം. ജുസ്ഇയായ അറിവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽമുൽ മആനി ഒരു കുല്ലിയത്തായ കായികകളാണ്. അപ്പൊ ഏതു മുങ്കിറിനോടും തൈക്കീദ് ചെയ്യൽ നിർബന്ധമാണ്. കുല്ലു കലാമിൻ യുൽക്കായിലൽ മുങ്കിരി യജിബു തൗക്കീദുഹു എന്ന് അസ്ലുൻ കുല്ലിയുൻ, അതൊരു കുല്ലിയായ ഒരു നിയമമാണത്. മുങ്കിറിനോട് ചൊല്ലപ്പെടുന്ന ഏത് കലാമും തൗക്കീദ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള മുങ്കിറിനോട് ചൊല്ലപ്പെടേണ്ട കലാമിനും തൗക്കീദ് ചെയ്യൽ നിർബന്ധമാകും. അതൊരു ജുസ്ഇയായ കലാമാണ്. നമ്മുടെ മുന്നിൽ ഒരു മുങ്കിറുണ്ട്, അവനോട് പറയുന്ന കലാമ് ഒരു കുല്ലിയായ കലാമല്ലല്ലോ, ഒരു ജുസ്ഇയായ കലാമാണ്. അപ്പോൾ ഏതു മുങ്കിറിനോടും പറയപ്പെടുന്ന കലാമ് തൗക്കീദ് ചെയ്യൽ നിർബന്ധമാണെന്ന് ആ കുല്ലിയായ കായിദ നമ്മുടെ അടുക്കൽ ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരു മുങ്കിറിനോട് സംസാരിക്കുമ്പോൾ അവനോട് പറയുന്ന ആ ജുസ്ഇയായ കലാമിനെ തൗക്കീദ് ചെയ്യൽ നിർബന്ധമാണെന്ന് മനസ്സിലാകും. ഇതെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചതുപോലെ, എന്താ മൂസാ നബിയെ കയ്യിൽ ഇതൊരു വടിയാണെന്ന് പറഞ്ഞാൽ മതി, ഈ അസായ അത്തവക്കു അലൈഹ എന്നൊക്കെ അത് നീട്ടിയോട് പറഞ്ഞു. അപ്പൊ കുല്ലു കലാമിൻ യുൽക്കായിലൽ മഹബൂബി യജിബു ഫീഹിൽ ഇത്നാബു, തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മഹബൂബിനോട് പറയപ്പെടുന്ന കലാമെല്ലാം ഇത്നാബ് നിർബന്ധമാണ് എന്ന് കുല്ലിയായ കായിദ, അത് ഇൽമുൽ മആനിയാണ്. അത് നമ്മുടെ അടുക്കൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ മുന്നിൽ വന്നു, അവനോട് സംസാരിക്കുമ്പോഴും ആ ജുസ്ഇയായ കലാമിലും ഇത്നാബ് നിർബന്ധമാണ് എന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ കുല്ലു കലാമിൻ യുൽക്കായിലൽ മരീദി യജിബു ഫീഹിൽ ഈജാസു, രോഗികളോട് സംസാരിക്കുന്ന കലാമൊക്കെ അതിൽ ഈജാസ് നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു രോഗിയുണ്ട്, ആ രോഗിയോട് സംസാരിക്കുന്ന കലാമ് ജുസ്ഇയായ കലാമാണ്, അതിലും എന്താണ് ഈജാസ് നിർബന്ധമാണെന്ന് മനസ്സിലാകും. ഇത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. കുല്ലു ഫായിലിൻ മർഫൂഉൻ, എല്ലാ ഫായിലും മർഫൂ ആണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഫായില് അതും മർഫൂ ആണ്. ചിലർ മർഫൂ മൻസൂബാക്കി ഓതലുണ്ട് എന്ന് മാത്രം. യുസബ്ബിഹുല്ലാഹ ദാലിക്കന്നൂറു എന്നുണ്ടല്ലോ മങ്കൂസ് മൗലിദില്. അത് ചില മൗലിദ് കിതാബിലൊക്കെ തിരൂരങ്ങാടി നടിക്കുന്ന കിതാബിൽ യുസബ്ബിഹുല്ലാഹു ദാലിക്കന്നൂറ, ഫായിലിക്ക് നസബും മഫൂലിക്ക് റഫൂ ആക്കി എഴുതിയിട്ടുണ്ട്. അതേപോലെ ചില കുട്ടികൾ വായിക്കുന്നത് കാണാം, സ്പീക്കറിലാണത് ചൊല്ലുന്നത്. ഇപ്പൊ മജ്ലിസുന്നൂർ ഉണ്ടല്ലോ, അതിനോട് ചില തെറ്റുകൾ ചെല്ലണ് ചില ആളുകൾ. അതുകൊട്ടെ പിന്നെ അപ്പോൾ എന്താ പറഞ്ഞത്? ഇൽമുണ്ടായി മലക്കത്തുന്നൊരു മലക്കയാണ്, യുക്തദുർബിഹ, ആ മലക്കുകൊണ്ട് സാധിക്കും അല ഇദ്റാഖാത്തിൻ ജുസ്ഇയ്യത്തിൻ, ജുസ്ഇയായ ഒരുപാട് അറിവുകളുടെ മേൽ സാധിക്കും. ഒരുപാട് ജുസ്ഇയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. വയജൂസു അൻ യുരീദ ബിഹി, ഈ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കൽ ജായിസാണ്. നഫ്സുൽ ഉസൂലി വൽ ഖവായിദുൽ മഅലൂമ, അത് രണ്ടും തന്നെ. ചില അടിസ്ഥാനങ്ങൾ എന്നും ചില അടിസ്ഥാന നിയമങ്ങൾ, അറിയപ്പെട്ട ചില ഖവായിദുകൾ എന്നെല്ലാം ഈ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കാം. അപ്പോൾ ഇൽമുൽ മആനി എന്ന് പറഞ്ഞാൽ ചില ഖവായിദ് കുല്ലിയത്തായ ചില കായിദകൾ ഖളിയകൾ എന്നാവും. വലിസ്തിഇമാലിഹിൽ മഅരിഫത ഫിൽ ജുസ്ഇയ്യാത്തി ഖാല യുറഫു ബിഹി അഹ്വാലുൽ ലഫ്ളിൽ അറബിയ്യ.
മഅരിഫത്തിനെ അവർ ഉപയോഗിച്ചതിന് വേണ്ടി ഫിൽ ജുസ്ഇയ്യാത്തിൽ ഉപയോഗിച്ചതിന് വേണ്ടി. ജുസ്ഇയ്യാത്തിന് അറിയുന്നോടത്താണ് മഅരിഫത്തിന് സാധാരണ ഉപയോഗിക്കൽ. അതുകൊണ്ട് കുല്ലിയാത്തിന് അറിയുന്നോടത്ത് ഇൽമിനെയും ഇസ്തിമാൽ ചെയ്യാറുണ്ട്. ഉർഫിൽ മഅരിഫത്തിനെ അവർ ഉപയോഗിച്ചതിന് വേണ്ടി ഫിൽ ജുസ്ഇയ്യാത്തിൽ ഉപയോഗിച്ചതിന് വേണ്ടി, അതായത് കുല്ലിയാത്തിൽ ഇൽമിനെയും ഉപയോഗിക്കാറ്. അതുകൊണ്ടാണ് കാല മുസന്നിഫ് പറഞ്ഞത് യുറഫു ബിഹി, ഈ ഇൽമു കൊണ്ട് അറിയപ്പെടും അഹ്വാലുൽ ലഫ്ലിൽ അറബിയ്യി, അറബിയായ ലഫ്ലിന്റെ അഹ്വാലിന് അറിയപ്പെടും. അറബിയായ ലഫ്ലിന്റെ അഹ്വാലിനെ അറിയുക എന്ന് പറഞ്ഞാൽ ഒരു തസ്ദീഖിയായ ഇൽമാണ് അവിടെ മുറാദ്. ഈ അഹ്വാല് കൊണ്ടാണ് ലഫ്ൽ മുഖ്തദൽ ഹാലിനോട് ഒക്കുക എന്ന് മനസ്സിലാകും എന്നല്ലാതെ അഹ്വാലിനെ അറിയുക എന്നല്ല. അഹ്വാലിൻ ജുസ്ഇയ്യായ തസവ്വുരിയായ ജുസ്ഇയ്യാത്തുകളല്ല അവിടെ മുറാദ്, തസ്ദീഖിയായ ജുസ്ഇയ്യാത്തുകളാണ്. അറബിയായ ലഫ്ലിന്റെ അഹ്വാലിന് അറിയപ്പെടും എന്ന് പറഞ്ഞാൽ ഈ അഹ്വാലുകളെ കൊണ്ടാണ് കലാമു മുഖ്തദൽ ഹാലിനോട് ഒക്കുക എന്ന തസ്ദീഖിയായ ഇൽമ് അവനക്കറിയപ്പെടും. അത് എല്ലാം ഒന്നായിട്ടങ്ങോട്ട് അറിയുക എന്നല്ല, ഓരോ ജുസ്ഇ ഫർദുകളെ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ജുസ്ഇയായ വിഷയങ്ങളും അറിയപ്പെടും എന്നർത്ഥം. ഉദാഹരണത്തിന് ഇന്ന സയ്യിദൻ ഖായിമുൻ, അത് എന്ന കൗലുള്ള തൈക്കീദ്, ആ തൈക്കീദ് മുഖ്തദൽ ഹാലിനോട് ഈ കലാമ് ഒത്തിട്ടുണ്ട് എന്ന് മനസ്സിലാകും. ഇന്ന സയ്യിദൻ ഖായിമുൻ എന്ന കൗലിലുള്ള തൈക്കീദ്, അതാണ് ഹാല്. ആ തൈക്കീദ് കൊണ്ട് എന്ത് മനസ്സിലായി? ആ തൈക്കീദ് കൊണ്ടാണ് ഈ കലാമ് മുഖ്തദൽ ഹാലിനോട് ഒത്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ അഹ്വാല് കാണുമ്പോൾ ഈ അഹ്വാല് കൊണ്ടാണ്, ഈ ഹാല് കൊണ്ടാണ്, ഈ ആരിതായ കാര്യങ്ങളെ കൊണ്ടാണ് കലാമു മുഖ്തദൽ ഹാലിനോട് ഒത്തത് എന്ന കാര്യം അറിയപ്പെടും. അത് ഇൽമുൽ മആനി കൊണ്ട് മാത്രമാണ് അറിയുക. ഇത് ഈ കലാമു മുഖ്തദൽ ഹാലിനോട് ഒത്തിട്ടുണ്ട്, അത് അറിയുന്നത് ഈ അഹ്വാലുകളെ കൊണ്ടാണ്. നമ്മൾ പറഞ്ഞതുപോലെ അപ്പോൾ ഒരു കലാമിൽ ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹി എന്ന് അവർ പറഞ്ഞു. അതെന്താണത്? അത് ഇന്നക ലറസൂലുള്ളാഹി എന്ന തൗക്കീദ് ചെയ്യപ്പെട്ട കലാമാണ്, ജുസ്ഇയ്യ കലാമ. ആ ഇന്നയും ലാമും ഉള്ളതുകൊണ്ട് അത് മുഖ്തദൽ ഹാലിനോട് ഒത്തതായ കലാമാണെന്ന് മനസ്സിലായി. അപ്പോൾ യുറഫു ബിഹി, ആ ഇൽമു കൊണ്ട് അറിയപ്പെടും അഹ്വാലുൽ ലഫ്ദിൽ അറബിയ്യ, അറബിയായ ലഫ്ദിന്റെ അഹ്വാലിനെ അറിയപ്പെടും. ഐ ഹുവ, ഇൽമുൽ മആനിയാവുന്നത് ഇൽമുന്നൊരു ഇൽമാണ്. ഇസ്തംബത്തു മിൻഹു, ആ ഇൽമിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടും, ഇസ്തിംബാത്ത് ചെയ്യപ്പെടും. ഇദ്റാഖാത്തുൻ ജുസ്ഇയ്യത്തുൻ, ജുസ്ഇയ്യായ ഒരുപാട് അറിവുകളെ ഇസ്തിംബാത്ത് ചെയ്യപ്പെടും. ഇൽമുൽ മആനി എന്ന മലക്ക് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് സന്ദർഭത്തിനനുസരിച്ച് ഒരുപാട് ജുസ്ഇയ്യായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയും എന്നർത്ഥം. ഇസ്തംബത്തു മിൻഹു, ആ ഇൽമിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടും ജുസ്ഇയ്യായ ഒരുപാട് അറിവുകളെ.
ആ അറിവുകൾ, ആ ഇദ്റാക്കാത്ത്, മഅരിഫത്തു കുല്ലു ഫർദിൻ ഫർദിൻ, ഓരോ ഫർദുകളെ തനിയെ അറിയലാണ് മിൻ ജുസ്ഇയ്യാത്തിൽ അഹ്വാലിൽ മദ്കൂറത്തി, പറയപ്പെട്ട അഹ്വാലിന്റെ ജുസ്ഇയ്യാത്തിൽ നിന്ന്. അതായത് അറബിയ ലഫ്ളിന്റെ അഹ്വാലിന്റെ ജുസ്ഇയ്യാത്തിൽ നിന്ന് ഓരോ ഫർദുകളെയും അറിയാം. ഒന്നായിട്ടാണ് ബിൽഫീലിൽ അറിയാന്നല്ല. അപ്പൊ ഖളിയ മുത്തലക്ക ആമയല്ല, മുംകിന ആമയാണ് എന്നർത്ഥം. ബിമാന അന്ന അയ്യ ഫർദിൻ യൂജദു മിൻഹ, അഹ്വാലിൽ നിന്ന് ഏതൊരു ഫർദിനെ എത്തിക്കപ്പെട്ടാലും അംകനന നമുക്ക് സാധിക്കും അന്നരിഫഹു, ആ ഫർദിനെ അറിയൽ, ബിദാലിക്കൽ ഇൽമി, ഈ ഇൽമു കൊണ്ട് അറിയൽ സാധിക്കും. അതായത് ഇന്ന സൈദൻ ഫിദ്ദാരി എന്ന് നമ്മുടെ മുന്നിൽ കണ്ടാൽ അത് ആ തൈക്കീത് കൊണ്ട് മനസ്സിലായി ഇത് മുക്തദൽ ഹാലിനോട് ഒത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ അഹ്വാല് കൊണ്ടാണ് അതിന് സാധിക്കുന്നത്. ഈ അഹ്വാല് കൊണ്ട് ആണ് എന്ത്, ഈ ഇന്ന സൈദൻ ഫിദ്ദാരി എന്ന തൈക്കീത്, ആ തൈക്കീത് അതിൽ ഉള്ളത് കൊണ്ട് മനസ്സിലായി ഇത് മുക്തദൽ ഹാലിനോട് ഒത്തതാണ് നമ്മുടെ മുന്നിൽ വരുന്ന. അതല്ലെങ്കിൽ മുൻകിറിനോട് തൈക്കീത് ചെയ്യൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കിയ ഒരാള് ഏത് മുൻകിറിനോടും തൈക്കീത് ചെയ്യൽ നിർബന്ധമാണെന്ന് അവൻ ഏത് മുൻകിറിനോട് സംസാരിക്കുമ്പോഴും മുൻകിറിനെ മുൻകിറാക്കി നിലനിർത്തുന്ന കാലത്തോളം അവനോട് തൈക്കീത് ചെയ്യൽ നിർബന്ധമാണെന്ന് അവർക്ക് മനസ്സിലാവും. ഓരോ ജുസ്ഇയായ കലാമിലും തൗക്കീത് ചെയ്യൽ നിർബന്ധമാണ്. കാരണം മുൻകിറിനോട് തൗക്കീത് ചെയ്യൽ നിർബന്ധമാണല്ലോ. അപ്പോൾ ഈ മുൻകിറിനോടും തൗക്കീത് പറയുന്ന കലാമൊരു ജുസ്ഇയ്യത്താണ്. അപ്പോൾ അവനോടും തൗക്കീത് ചെയ്യൽ നിർബന്ധമാണ്. നമ്മുടെ മുന്നിൽ വരുന്ന ഏതു ഫർദുകളും അതൊക്കെ എന്താണ്, മുക്തദൽ ഹാലിനോട് ഒത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് മുക്തദൽ ഹാലിനോട് ഒത്തതാണ് അല്ലെങ്കിൽ ഒക്കാത്തതാണെന്നൊക്കെ മനസ്സിലാക്കാം. കൗലുഹു, മുസന്നിഫിന്റെ കൗല്, അല്ലത്തി എങ്ങനത്തെ അഹ്വാല്, ബിഹ ആ അഹ്വാല് കൊണ്ട് യുതാബിക്കുൽ ലഫ്ളു മുക്തദൽ ഹാലി, ലഫ്ളു മുക്തദൽ ഹാലിനോട് ഒക്കും. ആ അഹ്വാല് കൊണ്ട് ലഫ്ള് മുക്തദൽ ഹാലിനോട് ഒക്കും. അങ്ങനത്തെ അഹ്വാലിനെ അറിയപ്പെടും. അത് ഇഹ്തിറാസും അനിൽ അഹ്വാലില്ലത്തി ലൈസത്ത് ബിഹാദിഹി സിഫത്തി, ഈ പറഞ്ഞത് അല്ലത്തി കൗലുഹു മുസന്നിഫിന്റെ കൗലാകുന്നത് ഇഹ്തിറാസും, അത് സൂക്ഷിക്കലാണ്. ഏത് കൗല്? അല്ലത്തി എങ്ങനത്തെ അഹ്വാലാണ്, ബിഹ ആ അഹ്വാല് കൊണ്ട് യുതാബിക്കുൽ ലഫ്ളു യോജിക്കും, മുക്തദൽ ഹാലിനോട് യോജിക്കും. മുക്തദൽ ഹാലി എന്താണെന്നൊക്കെ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. എവിടെ? വൽബലാഗത്തു ഫിൽ കലാമി മുതാബഖത്തുഹു ലിമുക്തദൽ ഹാലി മഅ ഫസാഹത്തിഹി എന്ന് മുമ്പ് കഴിഞ്ഞുപോയി. വൽഹാലു ഹുവ അൽ-അംറു ദാഇ ഇലാ അൻ യഅ്തബിറ മഅൽ കലാമി അല്ലദീ യുഅദ്ദാ ബിഹി അസ്ലുൽ മുറാദി ഖുസൂസിയത്തൻ മാ വഹുവ മുക്തദൽ ഹാൽ. ആ ഖുസൂസിയത്താണ് മുക്തദൽ ഹാല് എന്ന് പറഞ്ഞു. وتحقيق ذلك أنه من جزئيات ذلك الكلام الذي تقتضيه الحال. മുഖ്തസർ 25-ാം പേജിൽ والبلاغة في الكلام مطابقته لمقتضى الحال مع فصاحته എന്ന ഇബാറത്ത് ശറഹടക്കം ഒന്നും കൂടി മുത്താല ചെയ്താൽ കാര്യം ബോധ്യപ്പെടും. ഹാലിന്റെ തൈരീഫും കഴിഞ്ഞുപോയി, മുക്തദൽ ഹാല് എന്നാൽ എന്താണെന്നും കഴിഞ്ഞുപോയി, ലാഹിറും തഹ്ഖീഖും രണ്ടും കഴിഞ്ഞുപോയി. യഥാർത്ഥത്തിൽ ഒരു കുല്ലിയായ കലാമാണ് മുക്തദൽ ഹാല്. യഥാർത്ഥത്തിൽ തഹ്ഖീഖ് അതാണ്, ഒരു കുല്ലിയായ കലാമാണ് മുക്തദൽ ഹാല്. ലാഹിർ ഇബാറത്ത് എന്താണ്? ലാഹിർ അനുസരിച്ച് ഈ തഅക്കീദ്, തഖ്ദീം, തഅഖീർ, ഹദഫ് ഇതൊക്കെയാണ് മുക്തദൽ ഹാല് എന്നും പറയാം.
അത് ലാഹിറനുസരിച്ച്, കാരണം ഇൻകാറുടെ ഹാലാണ്, ആ ഇൻകാർ തൈക്കീദിനെ തേടുന്നു. അപ്പൊ തൈക്കീദ് എന്തായി? മുക്തതയായി. പക്ഷെ ഈ തൈക്കീദ് കൊണ്ടാണ് കലാം മുക്തദ ഹാലിനോട് ഒക്കുന്നത്. ആ നിലക്കാണ് തൈക്കീദിനിക്ക് തൈക്കീദ് തഖ്ദീം തഅഖീർ പോലത്തിന് ഹാല് എന്ന് പറയും. യഥാർത്ഥത്തിൽ മുക്തദൽ ഹാൽ ഒരു കുല്ലിയായ കലാമാണ്. ആ മുക്തദൽ ഹാലിനോട് ഉദാഹരണത്തിന് കലാമ് തൈക്കീദ് ചെയ്യപ്പെട്ടതാവൽ, അതൊരു കുല്ലിയ കലാമ്. അപ്പൊ ഇന്ന സൈദം ഫിദ്ദാരി എന്ന് ഈ ജുസിയായ കലാം എന്തായി? മുഅക്കദായി. ഈ ജുസി ഈ കുല്ലിയിനോട് ഒത്തു. അതാണ് മുക്തദൽ ഹാലിനോട് ഒക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അല്ലത്തി എങ്ങനത്തെ അഹ്വാലി ബിഹ, അഹ്വാൽ കൊണ്ട് യുതാബിക്കുൽ ലഫ്ളു ഒക്കും മുക്തദൽ ഹാലിനോട്. അപ്പൊ തൈക്കീദ് എന്ന ഹാലുകൊണ്ട് ഇന്ന സൈദം ഫിദ്ദാരി എന്നോടത്തുള്ള ഈ തൈക്കീദ് കൊണ്ടാണ് അത് മുക്തദൽ ഹാലിനോട് ഒക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് എന്ത് മനസ്സിലായി? മുക്തദൽ ഹാല് എന്ന് പറഞ്ഞാൽ എന്തല്ല? തൈക്കീദല്ല. തൈക്കീദ് എന്ന് പറഞ്ഞാൽ ഹാല്. ആ തൈക്കീദ് കൊണ്ട് ഈ ഇന്ന സൈദം ഫിദ്ദാരി എന്ന കലാമ മുക്തദൽ ഹാലിനോടൊത്തു. അപ്പൊ മുക്തദ എന്ന് പറഞ്ഞതും തൈക്കീദാണെങ്കിൽ തൈക്കീദ് കൊണ്ട് തൈക്കീദിനോടൊത്തുന്നാവും ആകുമല്ലോ. അതുകൊണ്ട് മുക്തദൽ ഹാല് യഥാർത്ഥത്തിൽ ഒരു കുല്ലിയായ കലാമാണ്. കലാം മുഅക്കദായ കലാമാവൽ എന്നതിനോട് ഇന്ന സൈദം ഫിദ്ദാരി എന്ന കലാമ് യോജിച്ചു എന്ന് പറയാം. അങ്ങനെ പറയേണ്ടത്. അപ്പോൾ ആ അഹ്വാൽ കൊണ്ടാണ് ലഫ്ള് മുക്തദൽ ഹാലിനോട് ഒക്കുക. ഇഹ്തിറാസും അനിൽ അഹ്വാലി, മറ്റു ചില അഹ്വാലിനെ തൊട്ട് സൂക്ഷിക്കലാണ് ഈ കൗല്. അല്ലത്തി എങ്ങനത്തെ അഹ്വാല്? ലൈസത്തി ബിഹാദിഹി സിഫത്തി, അത് ഈ സിഫത്തിൽ അല്ല. ഏത്? അറബിയായ ലഫ്ളിന്റെ അഹ്വാലിനെ മുക്തദൽ ഹാലിനോട് ഒക്കുന്ന നിലക്ക് അറബിയ ലഫ്ളിന്റെ അഹ്വാലിന് അറിയപ്പെടലല്ലാതെ അത് അഹ്വാലൊക്കെ തന്നെയാണ്, ലഫ്ളിന്റെ അഹ്വാലാണ്. പക്ഷേ ആ അഹ്വാല് കൊണ്ട് ലഫ്ള് മുക്തദൽ ഹാലിനോട് ഒക്കുകയില്ല. ഇതുപോലെ മിസ്ലുൽ ഇലാലി, ഇല്ലത്ത് നടത്തൽ. ഇല്ലത്ത് നടത്തൽ എന്നത് ലഫ്ളിന്റെ ഒരു ഹാലാണ്. അതുകൊണ്ട് കലാമ മുക്തദൽ ഹാലിനോട് ഒക്കുകയില്ല. കലാമ മുക്തദൽ ഹാലിനോട് ഒക്കുകയില്ല. ഇല്ലത്ത് നടത്തൽ ഒരുപാട് സ്ഥലത്ത് ഇലാലുണ്ടല്ലോ. കാല, ബാ എന്ന് ഒരുപാട് സ്ഥലത്ത് ഇല്ലത്ത് നടത്തലുണ്ട്. അത് ലഫ്ളിന്റെ അഹ്വാലാണ്. അതുപോലെ റഫ്ഉ, നസ്ബ്, ജർറ്, ഫായിലാവൽ, മഫൂലാവൽ, മുബ്തദയാവൽ, ഖബറാവൽ, മഫൂല് മുത്ലഖാവൽ, മഫൂല് ബിഹിയാവൽ, എല്ലാം ലഫ്ളിന്റെ അഹ്വാല് തന്നെ. അതുകൊണ്ടൊന്നും എന്താല്ല, അതുകൊണ്ട് ലഫ്ള് മുക്തദൽ ഹാലിനോട് ഒക്കുകയില്ല. മുക്തദൽ ഹാലിനോട് ഒക്കുന്നത് ഏതൊരു ഹാല് കൊണ്ടാണോ ആ അഹ്വാലാണ് എന്ന് ഇൽമുൽ മആനി കൊണ്ട് അറിയപ്പെടുക. മിസ്ലുൽ ഇലാൽ വൽ ഇദ്ഗാമി, ഇദ്ഗാം പോലെ, വറഫഇ വന്നസ്ബി വമാ അശ്ബഹ ദാലിക, റഫ്ഉ പോലെ, നസ്ബ് പോലെ, അതിനോട് തുല്യമായ മറ്റു ചിലതുകളെ പോലെ. മിമ്മാ ഒന്നിനാൽ ലാബുദ്ദ മിന്നു, അതൊക്കെ ആവശ്യമാണ്, അതൊന്നും കൂടാതെ കഴിയില്ല. ഫീ തഅദിയത്തി അസ്ലിൽ മഅന, അസ്ലു മഅനാനെ വീട്ടുന്നതിൽ അതൊന്നും കൂടാതെ കഴിയില്ല. പക്ഷേ അസ്ലു മഅനാനെ വീട്ടുന്നതിൽ അതൊന്നും കൂടാതെ കഴിയുകയില്ല എങ്കിലും അതെന്താ? ആ അഹ്വാലുകളൊന്നും, ആ അഹ്വാലുകളെ കൊണ്ട് ലഫ്ള് മുക്തദൽ ഹാലിനോട് ഒക്കുകയില്ല. വകദ, ഇങ്ങനെ തന്നെയാണ് അൽ മുഹസ്സിനാത്തുൽ ബദീഇയ്യത്തു, ബദീഇയ്യത്തായ മുഹസ്സിനാത്തു മിനത്ത് തജ്നീസി വത്തർസീഇ, അതൊക്കെ മൂന്നാം ഫന്നിൽ വരുന്ന വിഷയങ്ങളാണ്. തജ്നീസ്, തർസീഇ വനഹ്വിഹിമ, അത് രണ്ടും പോലത്തവ. അതെന്തിനാൽ? മിമ്മാ ഒന്നിനാൽ യക്കൂനു, അതുണ്ടാകും, ബഅദ റിആയത്തിൽ മുതാബഖത്തി, മുതാബഖത്തിനെ സൂക്ഷിച്ചതിന് ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങളാൽ. അതൊന്നും എന്തല്ല,
ഇൽമുൽ മആനിയിൽ ഉൾപ്പെടുന്നതല്ല. അതൊക്കെ ലഫ്ളിന്റെ അഹ്വാല് ആണ്. പക്ഷേ അതുകൊണ്ടൊന്നും ലഫ്ള് മുഖ്തദൽ ഹാലിനോട് വക്കൽ അതുകൊണ്ടൊന്നും ലഭ്യമല്ല. ഉൽ മുറാദു ഉദ്ദേശം അന്നഹു ഇൽമുൽ മആനി ഇൽമുൻ ഒരു ഇൽമാണ് ബിഹി അതുകൊണ്ട് യുറഫു ആദിഹിൽ അഹ്വാലു ഈ അഹ്വാലിനെ അറിയപ്പെടും. മിന്നൈസു ഇന്നഹ ഈ അഹ്വാൽ ആണെന്ന ഭാഗത്തിലൂടെ യുതാബിക്കു ബിഹൽ ലഫ്ളു അതുകൊണ്ട് മാത്രമാണ് ലഫ്ളു ഒക്കുന്നത് ലിമുഖ്തദൽ ഹാലിനോട് എന്നാണ് അർത്ഥം. എന്നല്ലാതെ എന്തല്ല അഹ്വാലിനെ അറിയുക. അഹ്വാലിനെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ തൈക്കീദിനറിയാം. അപ്പൊ തൈക്കീദിന്റെ മാന തസവുറാകുക, തക്ദീമിന്റെ മാന തസവുറാകുക. അങ്ങനെയല്ല. ലിളുഹൂരി അല്ലൈസ ഇൽമുൽ മആനി ഇൽമുൽ മആനി അല്ല എന്ന് കാര്യം ലാഹിറായതിനു വേണ്ടി ഇബാറത്തൻ അൻ തസവുരി മആനി തഅരീഫി والتنكير تقديم والتأخير والإثبات والذي في غير ذلك തഅരീഫ് തൻകീർ തഖ്ദീം തഅഖീർ ഇസ്ബാത്ത് ഹദ്ഫ് അതല്ലാത്തവ എന്നിവയുടെ മഅനകളെ തസവുറാക്കലിനെ തൊട്ട് പറയപ്പെടുന്നതല്ല. നേരെ ലാഹിർ മഅന അങ്ങനെയാണ് മനസ്സിലാവുക. യുറഫു ബിഹി അഹ്വാലുൽ ലഫ്ളി ഇൽമുൽ മആനി കൊണ്ട് ലഫ്ളിന്റെ അഹ്വാൽ അറിയും. അഹ്വാൽ എന്ന് പറഞ്ഞാൽ തൈക്കീദ്. അപ്പൊ തൈക്കീദ് എന്താണെന്നറിയും. തഖ്ദീം എന്ന് പറഞ്ഞാൽ എന്താണ്, തഅഖീർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ലാഹിർ മഅന. ആ ലാഹിർ മഅനയല്ല ഇവിടെ മുറാദ്. പിന്നെന്താണ്? ഈ അഹ്വാല് കൊണ്ടാണ് ലഫ്ള് മുഖ്തദൽ ഹാലിനോട് ഒക്കുന്നത്. ആ നിലക്ക് ഈ അഹ്വാലിനെ അറിയുക എന്നാണ്. അവ തസ്ദീഖിയായ ഇൽമാണ്. വബിഹാദ ഈ മിൻഹൈസു ഇന്നഹാ യുതാബിക്കു ബിഹൽ ലഫ്ളു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് യഖ്റുജു അനി തഅരീഫി തഅരീഫിൽ നിന്ന് പുറപ്പെടും. ഇൽമുൽ ബയാൻ പുറപ്പെടും. ഇൽമുൽ ബയാൻ എന്തല്ല, അത് ലഫ്ളിന്റെ അഹ്വാലൊക്കെ അറിയപ്പെടുമെങ്കിലും ഈ നിലക്കുള്ളതല്ല. ഇത് ലൈസൽ ബഹ്സു ഫീഹി ഇൽമുൽ ബയാനിലുള്ള ബഹ്സല്ല. അൻ അഹ്വാലിൽ ലഫ്ളി ലഫ്ളിന്റെ അഹ്വാലിനെ തൊട്ടല്ല. ഈ ഹൈസിയത്തിലൂടെ മിൻ ഹാദിഹിൽ ഹൈസിയത്തി ഈ ഹൈസിയത്തിലൂടെ അല്ല ലഫ്ളിന്റെ അഹ്വാലിനെ കുറിച്ച് ചർച്ച. വൽ മുറാദു ബി അഹ്വാലിൽ ലഫ്ളി ലഫ്ളിന്റെ അഹ്വാല് കൊണ്ടുള്ള മുറാദ് അൽ ഉമൂറുൽ ആരിദത്തുൽ ഹൂദ ആ ലഫ്ളിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങളാണ്. അതാണ് അഹ്വാല്. മിനത് തഖ്ദീമി വത്തഅഖീരി വൽ ഇസ്ബാത്തി വൽ ഹദ്ഫി വഗൈരി ദാലിക. തഖ്ദീം, തഅഖീർ, ഇസ്ബാത്ത്, ഹദ്ഫ് അതായത് മുന്തിക്കൽ, പിന്തിക്കൽ, സുബൂത്താക്കൽ, കളയൽ, ഇതുപോലെ ഒരുപാടുണ്ട്. മുഖ്തദൽ ഹാല് ഫി തഹ്ഖീഖിൽ ഹുവ മുഖ്തദൽ ഹാല് അൽ കലാമുൽ കുല്ലിയു ഒരു കുല്ലിയായ കലാമാണ്. അൽ മുതകയ്യഫു ബി കൈഫിയത്തിൻ മഖ്സൂസത്തിൻ പ്രത്യേകമായ ഒരു വിശേഷണം കൊണ്ട് വിശേഷണം സിദ്ധിച്ച കുല്ലിയായ ഒരു കലാമാണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഅക്കദായ കലാമ് എന്ന് പറയാം. ഇതാണ് മുഖ്തദൽ ഹാല്. ഇൻകാറ്, മുൻകിറിന്റെ ഇൻകാറ് എന്തിനെ തേടുന്നു? കലാമു മുഅക്കദാവലിനെ തേടുന്നു, തൈക്കീദിനെ തേടുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയും പറയാം. അത് ഈ തൈക്കീദ് കൊണ്ടാണ്. തൈക്കീദിനെ തേടുന്നു പറഞ്ഞാൽ തൈക്കീദ് ചെയ്യപ്പെട്ട കലാമിനെ തേടുന്നു എന്നർത്ഥം എന്ന് വെക്കണം അവിടെ. കാരണം ഇതൊക്കെ ലഫ്ളിന്റെ അഹ്വാലുകളാണ്. തൈക്കീദ്, തഖ്ദീമി ഇതെല്ലാം ലഫ്ളിന്റെ അഹ്വാലാണ്. ആ അഹ്വാല് കൊണ്ടാണ് ലഫ്ള് അല്ലെങ്കിൽ കലാമ മുഖ്തദൽ ഹാലിനോട് ഒക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ
അഹ്വാല് തന്നെയാണ് മുക്തദൽ ഹാലെങ്കിൽ അഹ്വാല് കൊണ്ട് അഹ്വാലിനോട് ഒക്കും എന്നാകുമല്ലോ. അതുകൊണ്ട് അഹ്വാല് എന്ന് പറഞ്ഞാൽ ലഫ്ദെടുക്കാനുണ്ടാവുന്ന കാര്യങ്ങൾ തഖ്ദീം. അതുകൊണ്ടാണ് എന്താകുന്നത് കലാം മുക്തദൽ ഹാലിനോട് ഒക്കുന്നത്. അപ്പോൾ മുക്തദൽ ഹാൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു കുല്ലിയായ കലാമ. ഉദാഹരണത്തിന് മുഅക്കദായ കലാമ്, അല്ലെങ്കിൽ മുനക്കറത്തായ കലാമ്, മുഅറഫായ കലാമ് എന്നാ പറയാം. മുസ്നദിനെ മഅരിഫയാക്കൽ. അപ്പൊ തഅരീഫ് ഹാലാണ്. ആ ഹാല് കൊണ്ടാണ് എന്താകുന്നത് മുക്തദൽ ഹാലിനെ ആ ഹാല് കൊണ്ടാണ് കലാമ് മുക്തദൽ ഹാലിനോട് ഒക്കുക. അപ്പൊ മുസ്നദിനെ മഅരിഫയാക്കി കൊണ്ടുവരാ, അതൊരു കുല്ലിയ കലാമ്. മുസ്നദിലേഹി മഅരിഫയാവൽ. മുഅക്കദായ കലാമ് പറഞ്ഞതുപോലെ മുൻകിറിനോട് പറയുന്ന കലാമ് മുഅക്കദായ കലാമാവണം. മുൻകിറിന്റെ ഇൻകാറ് കലാമ് മുഅക്കദാവല്ല തേടുന്നു, അതൊരു കുല്ലിയ. അപ്പൊ അവനോട് പറയുന്ന ജുസിഇയ കലാമ് എന്താവണം? തൈക്കീത് ചെയ്യപ്പെട്ടതാവണം. അപ്പൊ മുക്തദലിനോട് ഒക്കും. അങ്ങനെയാണ് എല്ലാ വിഷയങ്ങളും അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ومقتضى الحال في التحقيق هو الكلام الكلي المتكيف بكيفية مخصوصة. പ്രത്യേകമായ ഒരു വിശേഷണം കൊണ്ട് വിശേഷണം സിദ്ധിച്ചതായ കുല്ലിയായ കലാമ. കലാമ ഒരു നില അനുസരിച്ച്, ഒരഭിപ്രായം അനുസരിച്ച്, ഉശീറയിലേഹി അതിലേക്ക് ഇശാറത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതനുസരിച്ച് ഫിൽ മിഫ്താഹി മിഫ്താഹിൽ ഇശാറത്ത് ചെയ്യപ്പെട്ടതനുസരിച്ച്, അലാമ ഉശീറ ഇലൈഹി ഫിൽ മിഫ്താഹി മിഫ്താഹിൽ ഇശാറത്ത് ചെയ്യപ്പെട്ടതനുസരിച്ച് മുക്തദൽ ഹാല് എന്ന് പറഞ്ഞാൽ ഒരു കുല്ലിയായ കലാമാണ്. വസുരിഹ ബിഹി ഈ കുല്ലിയായ കലാമാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഫീ ശറഹിഹി മിഫ്താഹിന്റെ ശറഹിൽ. എന്നല്ലാതെ ലാ നഫ്സുൽ കൈഫിയാത്തി ഈ കൈഫിയാത്ത് തനിയെ അല്ല മുക്തദൽ ഹാൽ. കൈഫിയാത്ത് എന്താ? മിനത്ത് തഖ്ദീമി തഅഖീർ തഅരീഫ് തൻകീർ, ഇതാണ് കൈഫിയാത്ത്. അത് മുക്തദൽ ഹാലല്ല. അതൊക്കെ ലഫ്ദിന്റെ അഹ്വാലാണ്. അലാമാ ഹുവ ലാഹിറു ഇബാറത്തിൽ മിഫ്താഹി മിഫ്താഹിന്റെ ഇബാറത്തിന്റെ ലാഹിർ അങ്ങനെ മനസ്സിലാക്കുന്നത്. ഏത്? മുക്തദൽ ഹാൽ എന്ന് പറഞ്ഞാൽ ഈ കൈഫിയാത്താണെന്ന. വഗൈരിഹി മിഫ്താഹ് അല്ലാത്തതിന്റെ ഇബാറത്തിന്റെ ലാഹിറും ഇങ്ങനെ തന്നെയാണ്. മുക്തദൽ ഹാൽ എന്ന് പറഞ്ഞാൽ തഖ്ദീം തഅഖീർ തഅരീഫാണെന്ന. അങ്ങനെയുള്ള ഈ കൈഫിയാത്ത് അല്ല. ഈ കൈഫിയാത്താണെന്നാണ് എന്ത്? മിഫ്താഹിന്റെ ഇബാറത്തിന്റെ ലാഹിറും മിഫ്താഹ് അല്ലാത്ത കിതാബുകളുടെ ഇബാറത്തിന്റെ ലാഹിറും. ഈ കൈഫിയത്താണ് എന്ത്? മുക്തദൽ ഹാൽ. അപ്പൊ കൈഫിയാത്ത് മുക്തദൽ ഹാലാകുമ്പോൾ ലഫ്ദിന്റെ അഹ്വാലും അത് തന്നെയാകുമ്പോൾ ഈ അഹ്വാല് കൊണ്ട് മുക്തദൽ ഹാലിനോട് ഒക്കുമെന്ന് പറയാൻ പറ്റൂലല്ലോ. ഇല്ല, അങ്ങനെ അല്ല എങ്കിൽ ഏത്? മുക്തദൽ ഹാല് എന്ന് പറഞ്ഞാൽ ഈ കൈഫിയത്താണെന്ന് വെക്കുകയാണ്. എന്നാൽ അമാ സഹൽ കൗലു പറയൽ സഹിയല്ല ബി അന്നഹ അഹ്വാലുൻ ഈ കൈഫിയാത്ത് അഹ്വാലാണ്. ലിഹാ ആ അഹ്വാല് കൊണ്ട്, അഹ്വാൽ എന്ന് പറഞ്ഞാൽ ലഫ്ദിനാവുന്ന കാര്യങ്ങൾ, ആ അഹ്വാൽ കൊണ്ട് യുതാബിക്കുൽ ലഫ്ളു ലഫ്ളൊക്കും മുക്തദൽ ഹാലിനോടൊക്കും. അവിടെ മുക്തദൽ ഹാല് എന്ന് പറഞ്ഞാലും ഈ കൈഫിയാത്ത്, അഹ്വാല് എന്ന് പറഞ്ഞാലും കൈഫിയാത്ത്. അപ്പോ ഒരു സാധനം ആ സാധനത്തിനോട് ഒക്കും എന്നാകും മഅന. ലിഅന്നഹ കാരണം ലിഅന്നഹ ഈ കൈഫിയാത്ത് ഐന് മുക്തദൽ ഹാലി മുക്തദൽ ഹാല് തന്നെയാണ്. അങ്ങനെ പറയൽ പറ്റാതെ വരും. അതുകൊണ്ട് അഹ്വാലുൽ ലഫ്ളൊന്ന് വേറെ, മുക്തദൽ ഹാലൊന്ന് വേറെ. രണ്ടും രണ്ടാണ്, ഒന്നല്ല.
വഖദ് ഹഖഖ്നാ ദാലിക ഫി ശറഹി, അതെല്ലാം ഷറഹിൽ നമ്മൾ ശരിക്ക് തഹ്ഖീഖാക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ വഅഹ്വാലുൽ ഇസ്നാദി, ഇസ്നാദിന്റെ അഹ്വാൽ അയ്ദം വീണ്ടും മിൻ അഹ്വാലിൽ ലഫ്ദി, അത് ലഫ്ദിന്റെ അഹ്വാലിൽ പെട്ടത് തന്നെയാണ്. ലഫ്ദിന്റെ അഹ്വാലിനെ അറിയും. ബിഇത്തിബാരി അന്ന തൈക്കീദ വ തർക്കുഹു, തൈക്കീദും തൈക്കീദിനെ ഒഴിവാക്കലും മസലൻ, അതൊരു ഉദാഹരണമാണ്. അത് മിനൽ ഇഅ്തിബാറാത്തി റാജിഅത്തി ഇലാ നഫ്സിൽ ജുംലത്തി, ജുംലന്റെ നഫ്സിലേക്ക് മടങ്ങുന്ന ഈ ഇഅ്തിബാറുകളിൽ പെട്ടതാണ്. അതുകൊണ്ട് തൈക്കീദും തർക്കും ഒക്കെ അതൊക്കെ ഇസ്നാദിന്റെ അഹ്വാലാണ്. ഇസ്നാദിന്റെ അഹ്വാലും ലഫ്ദിന്റെ അഹ്വാലിൽ പെട്ടത് തന്നെയാണ്. വതഖ്സീസുൽ ലഫ്ദി ബിൽ അറബിയ്യ, ലഫ്ദിനെ അറബി കൊണ്ട് ഖാസാക്കൽ. യുറഫു ബിഹി അഹ്വാലുൽ ലഫ്ദിൽ അറബി, അത് മുജറദ് ഇസ്തിലാഹി, വെറും ഇസ്തിലാഹ് മാത്രമാണ്. ഈ ഫന്നിന്റെ അഹ്ലുകാര് അറബി ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. കാനലി അന്നസിനാഅത്ത, ഈ ഫന്നിന്റെ നിർമ്മാണം ഇന്നമാവുനിയത്തിൽ ദാലിക, അറബിയായ ലഫ്ദിന്റെ അഹ്വാലിനെ അറിയാൻ വേണ്ടിയാണ് ഉദയ ചെയ്തത്. അതുകൊണ്ട് അറബി എന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. എന്നല്ലാതെ ഈ ഫന്നിൽ പറയുന്ന വിഷയം എല്ലാ ഭാഷകളിലേക്കും ബാധകമാക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.